പുതുവർഷത്തെ വരവേറ്റ് ലോകം. വിവിധ രാജ്യങ്ങളിൽ വിപുലമായ പരിപാടികൾ. ഭാരതത്തിലെ പ്രധാന നഗരങ്ങളിൽ വിപുലമായ പുതുവത്സര ആഘോഷ പരിപാടികൾ നടക്കും. പതിവ് പോലെ കിരിബാത്തി ക്രിസ്മസ് ദ്വീപിലും ന്യൂസിലൻഡിലെ ഓക്ലൻഡിലും പുതുവർഷത്തിൻ്റെ ആദ്യ കിരണമെത്തി. അതേസമയം സംസ്ഥാനത്ത് കൊച്ചിയിൽ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. അർദ്ധരാത്രി 12:30 വരെ മാത്രമാണ് ആഘോഷങ്ങൾക്ക് അനുമതി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ പുതുവർഷാഘോഷങ്ങളുടെ വിശേഷങ്ങളുമായി വർക്കലയിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ, കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്ന് അനഘ ഹർഷൻ എന്നിവർ ഒപ്പം ചേരും. ആദ്യം പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? പുതുവത്സരം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എല്ലാവരും വളരെ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വർക്കലയാണ്. വർക്കല ക്ലിഫിന് സമീപത്തുള്ള ബീച്ചിലാണ്. നിറയെ ആൾക്കാരാണ് ഇവിടെ, സഞ്ചാരികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആഘോഷത്തെ വരവേൽക്കുന്നതിൻ്റെ ഒരു ഉത്സാഹവും ഒക്കെ എല്ലാവരുടെയും ഉള്ളിൽ കാണാം. വളരെയേറെ ഒരുപാട് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് കൂടുതൽ സഞ്ചാരികൾ വർക്കലയിലേക്ക് എത്തിച്ചേരുന്നത്. വർക്കലയുടെ ക്ലിഫ് എന്ന് പറയുന്ന ബീച്ചിൻ പരിസരമാണ് ഈ കാണുന്നത്. ഞാൻ നിൽക്കുന്നത് നിലവിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. എല്ലാവരും വളരെ ആഘോഷത്തിലാണ്. ഈ പുതുവത്സരത്തെ വരവേൽക്കുന്നതിൻ്റെ ഒരു ഉത്സാഹവും ആവേശവും ഒക്കെ എല്ലാവരിലും കാണാം. ഹായ്, ഹലോ, ഹായ് ഹായ്. എല്ലാവരും വളരെ നാണിച്ച് ഇങ്ങനെ മാറിപ്പോവുകയാണ്. കുറച്ച് കുട്ടികളാണ് ഇവർ ഇവിടെ ഈ വർക്കലയിലേക്ക് എത്തിയതാണ്. കുട്ടികൾക്കെല്ലാം വലിയ നാണവുമുണ്ട്. എന്തായാലും നിരവധി ആളുകൾ, നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഒരു ആഘോഷം, പുതുവത്സരത്തെ ഒരു ആഘോഷമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഇവിടേക്ക് നമുക്കറിയാം പലതരത്തിലുള്ള ഈ ഒരു വൈകുന്നേരമാകുന്നതോടുകൂടി വർക്കലയിൽ വിവിധ പരിപാടികളും അവർ സംഘടിപ്പിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിലായാലും ശരി, വലിയ മറ്റ് റിസോർട്ടുകളും ഒക്കെ ഒട്ടേറെ പരിപാടികളും സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. ഈ ബീച്ച് മുഴുവനും ഒരു രാത്രിയാകുന്നതോടുകൂടി നിറഞ്ഞ ഒരു സഞ്ചാരികളുടെ തിരക്കും കൂടിയായിരിക്കും ഈ ഉണ്ടാകുക. എന്തായാലും പുതുവത്സരത്തെ വരവേൽക്കുന്നതിൻ്റെ ഒരു ആഘോഷവും എല്ലാവരിലും കാണാം. ഈ കുറെ കൂട്ടുകാർ നമ്മൾ ഹായ്, ഹലോ, നാണിക്കരുത്. എവിടെ മലയാളിയാണോ? എവിടുന്നാ വരുന്നത്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പുതുവത്സരം എങ്ങനെയാ? അടിച്ചു പൊളിക്കാണോ? പിന്നെ നൈറ്റ് അടിച്ചു പൊളിക്കും. നല്ലോണം അടിച്ച് പൊളിക്കും. പൊളിയായിരിക്കും. സെറ്റാണ്. അത് എല്ലാവരും പുതുവത്സരത്തെ അടിച്ചു പൊളിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പിലാണ്. നമുക്കിപ്പോൾ ഈ ബീച്ചിൽ കാണുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് ഈ വെയിൽ ഉള്ളത് കൊണ്ടാണ്. വെയിലൊന്നും മങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണി പിന്നിട്ട് കഴിഞ്ഞാൽ രാത്രിയാകുന്നതോടുകൂടി ഇവിടേക്ക് സഞ്ചാരികളുടെയും യുവാക്കളെയും യുവതികളുടെയും ഒക്കെ ഒരു ഒഴുക്കായിരിക്കും. അതോടുകൂടി ആഘോഷം മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യും. നിരവധി പരിപാടികളും എല്ലാം ഉണ്ട് ഇവിടേക്ക്. എന്തായാലും അടുത്ത മണിക്കൂറുകൾ മാത്രമാണ് പുതുവത്സരത്തെ വരവേൽക്കുവാൻ. എല്ലാവരും ആഹ്ലാദത്തിലാണ്, ആഘോഷത്തിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ 2024 പിന്നിട്ട് 2025 എത്തും. ആ ഒരു പുതുവത്സരത്തെ വരവേൽക്കുന്നതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും വർക്കലയിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം മതി. ആ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ആഘോഷമായി ഈ സ്ഥലം മാറുകയും ചെയ്യും. ഇവിടേക്ക് കൂട്ടമായി ആളുകൾ, സഞ്ചാരികളെല്ലാം എത്തുകയും ചെയ്യും. ശരി പ്രശാന്ത്. മാനാഞ്ചിറയിൽ നിന്ന് അനഘ ഹർഷനൊപ്പം ചേരുന്നുണ്ട്. അനഘ, കോഴിക്കോട് അല്ലെങ്കിൽ തന്നെ ആഘോഷങ്ങളുടെ ഒരു നാടാണ് മാനാഞ്ചിറയും ബീച്ചുമൊക്കെ. പതിവ് ഉത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ നാടാണ്. എപ്പോഴും അവിടെ പാട്ടും കളികളുമൊക്കെയായി എല്ലാവരും സായാഹ്നങ്ങൾ കഴിഞ്ഞു പോകുന്നതാണ്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ന് എന്താണ് പുതുവത്സരത്തെ വരവേൽക്കാൻ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ളത്? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് എല്ലാ കാലത്തും ആഘോഷങ്ങളുടെ ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ പുതുവത്സരത്തിലും അതിനൊട്ടും കുറവില്ല. നേരത്തെ തന്നെ പുതുവത്സരത്തെ വരവേൽക്കാൻ ഈ കോഴിക്കോടിന്റെ മണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബീച്ചിലൊക്കെ, കോഴിക്കോട് ബീച്ചിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് ബീച്ചിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ഏറ്റവും പ്രിയപ്പെട്ട, കോഴിക്കോട്ടെ നാട്ടുകാർക്കും ആളുകൾക്കും ഒക്കെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ മാനാഞ്ചിറയിലാണ്. ഈ മാനാഞ്ചിറയിൽ ഒരു പ്രത്യേകതയുണ്ട്.
കുടുംബം ഫാമിലി ആയിട്ടാണ് ആളുകളൊക്കെ തന്നെ മാനാഞ്ചിറയിലേക്ക് എത്തുക. നേരത്തെ നമ്മൾ കാണിച്ചപ്പോൾ ഇവിടെയൊന്നും ആളുകളൊക്കെ തന്നെ കുറവായിരുന്നു. ഇപ്പോൾ നിരവധി ആളുകളാണ് ഈ മാനാഞ്ചിറയിലേക്ക് പുതുവത്സരം ആഘോഷിക്കാനായി എത്തിയിരിക്കുന്നത്. കുടുംബമായിട്ട് തന്നെ ഫാമിലി ആയിട്ട് കുട്ടികൾക്കൊപ്പമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെ വരവേൽക്കാൻ ടൂറിസം വകുപ്പ് ഇവിടെ ഇതൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്പ്രെഡിംഗ് ഹാർമണി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു ലൈറ്റിംഗ് സംവിധാനമാണ്, ഒരു സ്നോ വേൾഡ് ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ ഒരു 6:30 കൂടി ഇത് ലൈറ്റിംഗ് സംവിധാനം ഉണ്ടാകും. അതൊരു വലിയ വർണ്ണാഭമായ ഒരു കാഴ്ചയായിരിക്കും. കാരണം മുഴുവൻ ഭാഗവും ഇരുട്ട്. ആ ലൈറ്റിംഗ് സംവിധാനത്തിൽ ഈ പ്രതിമകളൊക്കെ തന്നെ കത്തും. അത് വലിയൊരു മനോഹര കാഴ്ചയായിരിക്കും. മാത്രമല്ല നമുക്ക് മുന്നിൽ ഇവിടെ കാണാം 2025 എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇതും അല്പസമയത്തിനകം തന്നെ പ്രകാശപൂരിതമാകും. മാത്രമല്ല ഇപ്പോഴും ഇനിയും ഈ ഭാഗത്തേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കും. അല്പസമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്പസമയം കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ തന്നെ മൺതരിയിട്ടാൽ നടക്കാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടാവും. ഈ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ബീച്ചിൽ ചെറിയ സംഘർഷാവസ്ഥ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ മാനാഞ്ചിറ ഈ ഭാഗത്തൊക്കെ തന്നെ അതീവ സുരക്ഷയായിരുന്നു. വലിയ സംഘർഷങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സമാധാനപരമായി പാട്ടും ആഘോഷവും ഒക്കെ ആയി തന്നെ നിരവധി ആളുകൾ ഈ ഭാഗത്തുണ്ട്. ഇപ്പോൾ ഈ നിരവധി ഫാമിലികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പുതുവത്സര ആഘോഷത്തെ പറ്റി നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയാണ് പുതുവത്സര പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പുതുവത്സര പ്രതീക്ഷകൾ എന്ന ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇനിയിപ്പോൾ വരും കാലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാറുള്ളത്. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ പറയുന്നത് ഏറ്റവും നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ്. ഒരുപാട് പേര് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പുതുവത്സര പ്രതീക്ഷകളുണ്ട്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഉയർച്ച താഴ്ചയുടെ ഒരു വർഷമായിരുന്നു. ഏറ്റവും നല്ല കാര്യങ്ങൾ നടക്കട്ടെ 2025 എന്ന പ്രതീക്ഷയുമായി തന്നെയാണ് ആളുകളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി അല്പസമയം ഒരു 6:45 കൂടി അതിമനോഹരമായ ഒരു കാഴ്ചയായിരിക്കും ഈ മാനാഞ്ചിറ പരിസരത്തുണ്ടാവുക. അപ്പോഴേക്കും ആളുകളുടെ ഒരു ഒഴുക്ക് ഈ ഭാഗത്തേക്ക് ഉണ്ടാകും. എന്തായാലും പുതുവർഷത്തെ വരവേൽക്കാൻ കോഴിക്കോട് ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ എല്ലാ വൈബും ഇപ്പോൾ കോഴിക്കോട് ഉണ്ട്. കൃഷ്ണരാജ്. അനഘ, ഈ കുടുംബങ്ങൾ എത്തുന്നു എന്നത് വലിയൊരു പ്രത്യേകതയാണ്. പലപ്പോഴും ന്യൂ ഇയർ ആഘോഷം യൂത്തിലേക്ക് ഒതുങ്ങിപ്പോകാറുണ്ട്, അവരുടെ മാത്രം ആഘോഷമായി മാറിപ്പോകാറുണ്ട്. പക്ഷെ മാനാഞ്ചിറ വേദിയാകാനിരിക്കുന്നത് കുടുംബങ്ങൾ ഒരുമിച്ച് വന്ന് ആഘോഷത്തിൽ പങ്കുചേരുന്നു എന്ന കാരണത്താലാണ് അല്ലേ? തീർച്ചയായും. അതായത് ഫാമിലിയായി കുടുംബത്തോടൊപ്പം എല്ലാവരും എല്ലാ സമയത്തും എത്തുന്ന ഒരിടമാണ് മാനാഞ്ചിറ. അത് അതീവ സുരക്ഷയുള്ള ഒരിടം കൂടിയാണ്. കുട്ടികൾക്ക് കളിക്കാനായി രക്ഷിതാക്കൾ അവർക്കൊപ്പം എത്തുന്നു. അങ്ങനെയുള്ള ഒരു സുരക്ഷിതമായ ഒരു ഇടം കൂടിയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് മാനാഞ്ചിറ. അതുകൊണ്ട് തന്നെ ഇതുപോലെ പുതുവത്സരം പോലൊരു ആഘോഷത്തിന് മാനാഞ്ചിറയാണ് ഫാമിലി തെരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് മുഴുവൻ കുട്ടികളുമായി എത്തിയിരിക്കുന്ന രക്ഷിതാക്കളെയും മറ്റ് സ്കൂൾ യൂണിഫോമിൽ എത്തുന്ന കുട്ടികളെയും ഒക്കെ തന്നെയാണ്. ഇവിടെ ഇനി ഈ പ്രദേശത്ത് അല്ലെങ്കിൽ പോലും ഈ ഫാമിലിയാണ് ഈ ഭാഗത്തേക്കൊക്കെ തന്നെ എത്തുന്നത്. ബീച്ച് സൈഡിലൊക്കെ തന്നെ ചെറിയ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവിടെ ആണെങ്കിൽ പോലും നിലവിൽ പോലീസ് സുരക്ഷ, വലിയ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ തന്നെ ഗതാഗതത്തിന് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കുടുംബമുണ്ട്. നമുക്ക് അവരുടെ ഈ ന്യൂ ഇയർ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. എന്താണ് ന്യൂ ഇയർ പ്രതീക്ഷ? നല്ലത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലതാവട്ടെ. ഞാൻ REC NIT അറിയില്ലേ, അവിടെ ആ ഭാഗം. എങ്ങനെയുണ്ടായിരുന്നു ഈ പോയ വർഷം? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, എല്ലാം കൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ന്യൂ ഇയർ ആഘോഷം ഈ മാനാഞ്ചിറയിൽ തന്നെയാണോ? ചിലപ്പോൾ, ഉറപ്പില്ല. ഹസ്ബൻഡ് വരുന്നുണ്ട്, അപ്പോൾ ഒന്നിച്ചുള്ള എന്താണ്. എങ്ങനെയുണ്ടായിരുന്നു പോയ വർഷം? കുഴപ്പമില്ലായിരുന്നു. ഇനി അടുത്ത വർഷം ഇതിലും മെച്ചപ്പെടുത്തണം. എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ അടുത്ത വർഷത്തേക്ക് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്? കുറച്ചുകൂടെ നന്നായി സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ എത്തുന്ന ഓരോ കുടുംബത്തിലുള്ളവർക്കും ഓരോരുത്തർക്കും പറയാനുള്ളത് ഈ പോയ വർഷത്തെ എടുത്ത തീരുമാനങ്ങൾ അതൊക്കെ തന്നെ മാറ്റണം. ഏറ്റവും നല്ലൊരു വർഷമായി 2025 വരണം. അതാണ് ഇവിടെ വന്നിരിക്കുന്നവരുടെയൊക്കെ തന്നെ പ്രതീക്ഷ. എന്തായാലും ഇനി അല്പസമയം കൂടി മാത്രമേ ഉള്ളൂ പുതുവർഷം പിറക്കാൻ. അതിൻ്റെ ഒരു വൈബ്, അതിൻ്റെ ഒരു ആഘോഷത്തിലാണ് ഈ ഒരു ജനത, കോഴിക്കോട്ടുകാരും ഇവിടെ എത്തിയിരിക്കുന്ന ജനങ്ങളൊക്കെ തന്നെ ഉള്ളത്. എന്തായാലും ഇവിടെ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അല്പസമയത്ത്
നേരത്തിനകം തന്നെ ഈ മാനാഞ്ചിറയിലുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ തന്നെ ഓണാക്കും. അത് അതിമനോഹരമായൊരു കാഴ്ചയായിരിക്കും. എന്തായാലും ഈ ന്യൂ ഇയർ ആഘോഷത്തെ വരവേൽക്കാൻ കോഴിക്കോട് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശരി അനഘ, ഇനി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. കിരൺകുമാർ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷം അത് ഫോർട്ട് കൊച്ചിയിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഫോർട്ട് കൊച്ചി ഒരു പ്രധാന കേന്ദ്രമാണ്. കൊച്ചിയിൽ പാപ്പാഞ്ഞി കത്തിക്കൽ അതും ഏവർക്കും അറിയാവുന്ന ഒന്നാണ്. ഇപ്പോൾ എവിടെയാണ് കിരൺകുമാർ ഉള്ളത്? അവിടുത്തെ ഒരുക്കങ്ങൾ. കൃഷ്ണരാജ്, ഏതായാലും ഈ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിക്കാരെ സംബന്ധിച്ച് അതൊരു സ്വകാര്യ വികാരം തന്നെയാണ്. ലോകത്ത് മറ്റ് ഒരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള ആഘോഷങ്ങളാണ് ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടക്കാറുള്ളത്. ഈ പപ്പാഞ്ഞി കത്തിക്കലും മറ്റ് പരിപാടികൾക്കൊക്കെയുമായിട്ട് സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ, ഒപ്പം തന്നെ ഈ മറ്റ് കാര്യങ്ങൾ ചില സാധാരണ രീതിയിൽ ഈ ഒരു ന്യൂ ഇയറൊക്കെ വരുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു, അതിനെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കുക, അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയുടെ ഒരു പുതുവർഷ ആഘോഷം കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നാൽ പോലും കൊച്ചിക്കാർ എല്ലാ വർഷവും 31-ാം തീയതി, ഈ ഡിസംബർ 31-ാം തീയതി എത്തി പുതിയൊരു വർഷത്തെ സ്വീകരിക്കുന്ന സമയത്ത് വലിയൊരു ആവേശത്തിൽ തന്നെയായിരിക്കും സ്വീകരിക്കുക. ഇത്തവണയും അത്തരത്തിലൊരു വലിയൊരു ആവേശത്തിൽ തന്നെ ഈ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൊച്ചിയിൽ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കൊച്ചിയിൽ ആ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ്. ഇത്തവണ ഈ സാധാരണ വർഷങ്ങളെക്കാൾ വ്യത്യസ്തമായി തന്നെ 2 പപ്പാഞ്ഞികൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. അതായത് ഈ ആഘോഷങ്ങളുടെ തുടക്കഘട്ടത്തിൽ 2 പപ്പാഞ്ഞികൾ, ഒന്ന് വെളി ഗ്രൗണ്ടിലും ഒപ്പം സാധാരണഗതിയിൽ ഈ കൊച്ചിൻ കാർണിവലിൻ്റെ ഭാഗമായിട്ട് മുൻ വർഷങ്ങളിലൊക്കെ നടത്തി വന്നിരുന്ന പോലെ തന്നെ പരേഡ് ഗ്രൗണ്ടിലും പപ്പാഞ്ഞി ഉണ്ടാകും എന്നറിയിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള ഈ പരിപാടികളൊക്കെ മാറ്റിവെച്ചതോടുകൂടിയാണ് ഈ കാർണിവലിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെ മാറ്റിവെക്കുന്നത്. ആ സമയത്ത് തന്നെ ഇന്ന് കത്തിക്കേണ്ടിയിരുന്ന ഈ പപ്പാഞ്ഞിയെ കത്തിക്കുക, അത് കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരേഡ് ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് മാറ്റിവെക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ കോടതിയിലേക്ക് എത്തുക. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇത്തവണത്തെ ഈ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിലുണ്ടായിരുന്നു എന്ന് പറയണം. കാര്യം കൊച്ചിയിൽ ഇത്തവണ 2 പപ്പാഞ്ഞികളായിരുന്നു. ഒന്ന് പരേഡ് ഗ്രൗണ്ടിൽ ഈ കാർണിവലിൻ്റെ ഭാഗമായിട്ടുള്ളതും ഒപ്പം തന്നെ ഈ വെളി ഗ്രൗണ്ടിൽ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന ഒരു ക്ലബ്ബ് നടത്തിയ അല്ലെങ്കിൽ ക്ലബ്ബ് ഒരുക്കിയിട്ടുള്ള ഒരു പപ്പാഞ്ഞി ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഈ പപ്പാഞ്ഞിയായിരുന്നു. ഈ പപ്പാഞ്ഞിയെ ഇവിടെ സ്ഥാപിക്കാനും ഇത് 31-ന് രാത്രി കത്തിക്കുന്നതിനും വേണ്ടി പോലീസ് അതിൻ്റെ അനുമതി നിഷേധിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മതിയായ സുരക്ഷ ഒരുക്കാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു ഇത്തരത്തിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം ആദ്യം പോലീസ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ ക്ലബ്ബ് അംഗങ്ങൾ കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അവസാനം കോടതി തന്നെ ഈ പോലീസ് നടപടിയെ സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു. അതായത് പപ്പാഞ്ഞിയെ കത്തിക്കാം എന്നുള്ളൊരു അനുമതി നൽകുന്നു. ഒപ്പം ചില ക്രമീകരണങ്ങൾ വേണം എന്ന് അറിയിച്ചിരുന്നു. അതായത് പപ്പാഞ്ഞി നിന്ന് 70 അടി മാത്രമായിരിക്കണം, 70 അടി അകലത്തിൽ നിന്ന് മാത്രമായിരിക്കണം ആളുകൾക്ക് നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ആ തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ എല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഗാലാഡി ഫോർട്ട് കൊച്ചി ഇന്ന് രാത്രി കത്തിക്കുന്നതിന് വേണ്ടിയുള്ള പപ്പാഞ്ഞിയെ തയ്യാറാക്കുന്നു. അതേസമയത്ത് തന്നെ കാർണിവലിൻ്റെ ഭാഗമായിട്ടുള്ള പപ്പാഞ്ഞിയെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പുറത്ത് ഇന്ന് കത്തിക്കാൻ കഴിയാതായിട്ടുള്ള വരുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ACP രാജ്കുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ക്രമീകരണം തന്നെയാണ് കൊച്ചിയിലേക്ക് ഇന്നുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ കൊച്ചിയിൽ ഇന്ന് ഈ പുതുവർഷാഘോഷങ്ങൾ കാണാനായിട്ട് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ 7:30 മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്ന, അതായത് 2 പ്രവേശന കവാടങ്ങളാണ്. ഒന്ന് ഹാർബർ പാലവും ഒപ്പം തന്നെ BOT പാലവും. കൊച്ചിയിൽ തോപ്പുംപടിയിലുള്ള ഈ 2 പാലങ്ങളും ഇന്ന് ഗതാഗത നിയന്ത്രണം വരും. 7:30 മുതൽ ഹാർബർ പാലം വഴി, അതായത് പഴയ തോപ്പുംപടി പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും അവസാനിക്കും. പിന്നീട് BOT പാലം, പുതിയ പാലം വഴി മാത്രമായിരിക്കും ആളുകളെ കടത്തിവിടുക. ഏതായാലും
ഗതാഗത സംവിധാനങ്ങളിലേക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ അത് രാവിലെ മുതൽ ആരംഭിച്ചിരുന്നത് അത് അതിൻ്റെ ആ രീതിയിൽ തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി ഏതാനും മണിക്കൂറുകളിലേക്ക് കൂടി കടക്കുമ്പോൾ ഫോർട്ട് കൊച്ചി വലിയൊരു ജനസാഗരത്തെ കൊണ്ട് തിങ്ങി നിറയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ ഈ ഒറ്റ പരിപാടിയിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് വലിയൊരു ജനത്തിരക്ക് തന്നെ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ അനുഭവപ്പെടും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്ന കാര്യം. ഈ പരേഡ് ഗ്രൗണ്ടിലാണ് സാധാരണഗതിയിൽ പപ്പാഞ്ഞിയെ കത്തിക്കാറുണ്ടായിരുന്നത് എങ്കിൽ പോലും വെളി മൈതാനത്തിലും ഈ പുതുവർഷാഘോഷങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ ക്രിസ്മസ് ട്രീ ഒരുക്കിയൊക്കെയാണ് സാധാരണഗതിയിൽ ആഘോഷങ്ങൾ നടന്നു വരാറുള്ളത്. ഡിസംബർ 25 രാത്രി ഈ വെളി ഗ്രൗണ്ടിലുള്ള മരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ലൈറ്റുകൾ കത്തിച്ചുകൊണ്ട് അവിടുത്തെ ക്രിസ്മസ് ട്രീ ദീപാലങ്കൃതമാകുന്നതോടുകൂടിയാണ് ശരിക്കും പുതുവർഷ ആഘോഷങ്ങൾക്ക് കൊച്ചിയിൽ തുടക്കമാവുന്നത്. ഏതായാലും ഈ കൊച്ചിയിലെ പുതുവർഷാഘോഷങ്ങളുടെ അതിൻ്റെ ആ ഒരു വലിയൊരു ആവേശത്തിലേക്ക് കടക്കുന്നു, അതിൻ്റെ ഒരു വൈബിലേക്ക്. നേരത്തെ ഇതിൻ്റെ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ സംഘാടക അംഗങ്ങൾ തന്നെ പറഞ്ഞ പോലെ കൊച്ചിയിലെ ആ പുതുവർഷാഘോഷങ്ങളുടെ വൈബിലേക്ക് കടന്നിരിക്കുകയാണ് കൃഷ്ണരാജ്. ശരി, അവിടെയൊക്കെയും ആഘോഷം വരാനിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ. ഒരിടത്ത് പാപ്പാഞ്ഞി, മറ്റിടത്ത് കുടുംബങ്ങളുടെ ആഘോഷം. തിരുവനന്തപുരത്താകെയും മാളുകൾ കേന്ദ്രീകരിച്ച് വിവിധ ക്ലബ്ബുകൾ ഒക്കെയും ന്യൂ ഇയർ ആഘോഷിക്കാനിരിക്കുന്നു. ഏതായാലും പുതിയ പ്രതീക്ഷകളുടെ ഒരു വർഷം തുടങ്ങാനിനി 5 മണിക്കൂറും 45 മിനിറ്റുകളും മാത്രമാണ് ബാക്കിയുള്ളത്. ആ ആഘോഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.